ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കർണാടക സംഗീത സിലബസിലെ മധ്യസ്ഥ പരീക്ഷ എന്ന സിലബസിൻ്റെ നോട്ടുകളാണ് നമുക്ക് വീഡിയോ ആയിട്ട് ക്ലാസ്സിൽ എടുക്കുന്നത്. ഈ നോട്ടുകൾ വളരെ പെട്ടെന്ന് വളരെ വേഗം പഠിച്ചെടുക്കാവുന്ന ഒരു നോട്ടാണ്. അതുപോലെ തന്നെ വളരെ വേഗം കുട്ടികൾ പഠിച്ചെടുക്കുന്ന ഒരു നോട്ടുകളാണ് ഇത്. നമ്മൾ മായാമള ഗൗളരാത്തിൽ തന്നെയാണ് ഈ സിലബസ് നമ്മൾ സാറിന് പഠിപ്പിക്കുന്നത്. കുറച്ച് പഠിച്ച കുട്ടികളാണെങ്കിൽ ഈ നോട്ട് പഠിച്ചതിന് ശേഷം മായാമള ഗൗള, ശങ്കരാഭരണം, ഹരഹരപ്രിയ, കല്യാണി ഇങ്ങനെയുള്ള രാഗങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ഈ രാഗങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ രാഗങ്ങളൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ഈ രാഗത്തിലും കൂടി നമ്മൾ ഈ സ്വരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ വേഗം നമുക്ക് ഈ രാഗത്തിലേക്ക് കടക്കുന്നതിനുള്ള സാധനം നമുക്ക് ലഭിക്കും. അതൊക്കെ നോട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് അറിയാമെങ്കിൽ ഞാൻ വായിക്കുന്നത് കേട്ടിട്ട് അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം അതുപോലെ വായിച്ചു. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മധ്യസ്ഥ പരീക്ഷ നമ്മൾ 5 നോട്ടാണ് ഈ സിലബസിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോട്ടാണ് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പ് മായാമള ഗൗളരാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം. അതിനുശേഷം നോട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ നോട്ട് ഞാൻ വായിച്ച് ഏൽപ്പിക്കാം. അതിനുശേഷം നോട്ടും പറഞ്ഞുതരാം. നോട്ട് പറയാം, പാടി കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് പഞ്ചമം ഞാൻ സെക്കൻഡ് സ്ട്രിങ്ങിലാണ് പഞ്ചമം വായിച്ചത്. സെക്കൻഡ് സ്ട്രിങ്ങിൽ പഞ്ചമം വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓപ്പൺ സ്ട്രിങ്ങിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ പഞ്ചമം വായിച്ചാൽ മതിയാവും. സെക്കൻഡ് സ്ട്രിങ്ങിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെ വായിക്കുക. നോട്ട് പറയും. ഈ ശ്രുതി നമ്മളിപ്പോൾ ഈ ശ്രുതി 2-നാണ് ശ്രുതി മുഴുവൻ. 2-ന് നിങ്ങൾ ശ്രുതി ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് ഞാൻ വായിക്കുന്ന ആ സ്കെയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സരി ഗമ പ ഗമ പ പ ഗമ പ ഗ പ മ ഗ പഞ്ചമം നമ്മൾ ഈ സെക്കൻഡിന് ഇവിടെ ഉയർത്തുകയും മധ്യമം വായിക്കും. മധ്യമത്തിൻ്റെ മുകളിലായിട്ട് ഒരു നോട്ട് ഉയർത്തി കുത്തണം പഞ്ചമം. അപ്പോൾ നമ്മൾ ചേർത്ത് കുത്തിരുന്ന പ്രതിമത്യം മായോട് നമ്മൾ ഉയർത്ത് ഇങ്ങനെയാണ് നോട്ട് വരുന്നത്. അപ്പം നമ്മൾ മായുടെ തൊട്ട് മുകളിൽ കുത്തിയ പ്രതിമത്യം, ആ പ്രതിമത്തിമത്തിൻ്റെ മുകളിലായിട്ടാണ് പഞ്ചമം വായിക്കുന്നത്. അപ്പം ഗമപ്പ ഇവിടം വരെ കയറിയാണ്. ഇപ്പം നമ്മൾ മധ്യമം ഇവിടെ കുത്തുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് പ്രതിമത്തിമം പഞ്ചമം കൊണ്ട് ഉയർത്തി വായിക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ പ്ലെയിനായിട്ട് വായിക്കുക. ഇങ്ങനെ വായിച്ചാൽ മതി. ഗമപ്പ അങ്ങനെ വായിച്ചാൽ മതിയാവും. രണ്ടാമത്തെ നോട്ട് വായിച്ച് കേൾപ്പിക്കാം.
ധ ധ പ മ പ പ ഗ മ പ ദ നീ ധ പ മ ഗ മ പ ഗ മ ഗ രേ സ. മൂന്നാമത്തെ നോട്ട് ജണ്ടവരിശയുടെ പ്രയോഗമാണ് വരുന്നത്. തുടക്കത്തിലെ പാം ജണ്ടവരിശയുടെ ആ രീതിയാണ് വരുന്നത്. സ സ നീ ദ നീ നീ ദ പ ദ ദ പ മ പ പ ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രേ സ. നാലാമത്തെ നോട്ട് സ്ട്രിങ്ങിലാണ് വായിച്ചത്. നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ നിങ്ങൾ പ്ലെയിൻ ചെയ്ത് വായിച്ചാൽ മതി. പ്ലെയിൻ നോട്ടായിട്ട് പഞ്ചും വായിച്ചിട്ട് അങ്ങനെ വായിച്ചാൽ മതി. സാരി ഗരി ഗ ഗ മ പ മ പ ദ പ ഗ മ പ ദ പ ദ മതിയാവും. ലാസ്റ്റ് നോട്ട് സാരി ഗ മ പ പ സാരി ഗ മ പ പ ദ ദ പ മ മ പ sa ni da pa sa ni da pa sa ni da pa ma ga ri sa. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഓരോ കാലത്തിലേക്കും മൂന്നാം കാലത്തിലേക്കും നാലാം കാലത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഒന്നാം കാലം തന്നെ പ്രാക്ടീസ് പഠിക്കുന്ന സമയത്ത് ഒന്നാം കാലം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഒന്നാം കാലം പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് ബോയിങ്ങിൻ്റെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബോയിങ്ങും ഈ സ്ട്രിങ്ങാന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബോയിങ് സ്ട്രിങ്ങും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് കിട്ടണം. നമ്മൾ പതുക്കെ ഒന്നാം കാലത്ത് എന്തുമാത്രം സ്പീഡ് കുറച്ച് വായിക്കാൻ പറ്റുമോ അത്രയും സ്പീഡ് കുറച്ച് വായിച്ചാൽ നമുക്ക് സ്വരങ്ങളുടെ ആ പ്രയോഗ രീതിക്ക് മനസ്സിലാവും. അപ്പം ഈ നോട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പഠിക്കുക. അടുത്ത നോട്ട് മത്തി ശേഖരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോട്ട് നമ്മൾ വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. അതിന് മുമ്പ് വീഡിയോ തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വയ്ക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം. താങ്ക്സ്.